ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് കത്തിക്കരിഞ്ഞ വിക്രമിൻ്റെ റൂമിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വിക്രമിന് കിട്ടിയ ട്രോഫിയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. മാഷ് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വിക്രം ഈ ട്രോഫിയും കൊണ്ട് ഓടി വരുന്നതും അച്ചാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ മാഷ് ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കമലാമ്മയും ശ്രീജയും കൂടിയിട്ട് വേദയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ വേദന നോക്കണ കാണുമ്പോൾ നന്ദിനി വന്ന് കാണുമ്പോൾ നന്ദിനിക്ക് കുശുമ്പാവാണ്. അപ്പോൾ നന്ദിനി പറയും, ആഹാ ശുശ്രൂഷയ്ക്ക് നന്നായിട്ട് പരിചരിക്കും കേട്ടോ രണ്ടാളും കൂടിയിട്ട്. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്തരം ദുരിതങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഇവളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവളെ തന്നെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നിനക്ക് നാളല്ലേടി നീ വന്ന് കയറിയതിന് ശേഷം ഈ വീട് ഇത്രയും ദുരിതത്തിലായത്. എന്നിട്ടിപ്പോൾ അവളെ നോക്കാനേ ആളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറയാണ് കേട്ടോ. അപ്പം ശ്രീജ പറയണം, നന്ദിനി നീ എന്തൊക്കെ പറയുന്നത്? വേദ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, പിന്നല്ലാതെ ഇവള് കാരണം തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത്? എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവള് കാരണമല്ലേ ഇത് സംഭവിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിനായകൻ അവിടേക്ക് വരാൻ കേട്ടോ. നന്ദിനി നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നും മിണ്ടാതിരുന്ന് അച്ഛനപ്പുറത്തുണ്ട് എന്ന് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ. ഇവള് വന്നതിന് ശേഷമല്ലേ ഈ വീട് ഇങ്ങനെ ആയത്. ഇവള് വന്ന് കയറുന്നതിന് മുമ്പ് ഈ വീട് എത്ര സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയിട്ട് കഴിഞ്ഞിരുന്നാണ്. ഇപ്പം ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അമ്മ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കമലാമ്മനെ നോക്കുമ്പോൾ കമലാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് വിഷമാവാണ്. ഈ സമയത്ത് അവിടേക്ക് അച്ഛൻ കയറി വരാണ് കേട്ടോ. അപ്പോൾ നന്ദിനി നീ ഒന്നും മിണ്ടാതെ നിൽക്കുമെന്ന് വിനായകൻ പറയുമ്പോൾ അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? അവൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ. ഇപ്പം ഈ വീടിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? ഇപ്പം പണ്ടത്തെ പോലെയാണോ ഈ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ എന്ന് പറയാനിട്ട്. പക്ഷേ അതൊക്കെ ഈ പാവം പെൺകുട്ടിയുടെ പേരിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. അവൾ കാരനല്ലാതെ ഈ പടുമുളകാരനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. അപ്പോൾ കമലാൻ പറയുന്നു, മാഷേ എന്തൊക്കെയാണ് മാഷി പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, കമലേ നിനക്ക് എന്തറിയാം? നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഇവൻ കാരണം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു? ഇപ്പോൾ ആ വീടേ കത്തിയുള്ളൂ. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഈ നിൽക്കുന്ന ഈ വീട് കത്തൂല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറയാണ്. ഓരോ സ്ഥലങ്ങൾ കത്തിക്കാൻ പോകല്ലേ ഇവൻ. മരുന്ന് കൂട്ടിയിട്ട് കത്തിക്കാൻ പോയപ്പോൾ നീ ആലോചിച്ചോ ഇതിനുള്ള തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ മാഷേ എന്തേ പറയുന്നതെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, അതേ അമ്മേ ടൗണിലൊരു മെഡിക്കൽ സ്റ്റോറിലെ ഗോഡൗണ് വിക്രം തീയിട്ടു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ചോദിക്കുകയാണ്, എന്താണ് വിക്രം കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അവനൊന്നും മിണ്ടൂല. അവനെന്തെങ്കിലും പറയാൻ പറ്റുമോ? അവൻ ചെയ്തു വെക്കുന്നതിൻ്റെ ഒക്കെ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ കുടുംബത്തുള്ളവരാണ്. പക്ഷേ അവൻ എന്തെങ്കിലും കുലുക്കമുണ്ട്, അവൻ ഇനിയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കാനാണ് ഇവിടെ ഉള്ളവരുടെ യോഗം. ഇനി എപ്പോഴാണോ ഇനി അടുത്ത ദുരന്തം ഉണ്ടാവുന്നതെന്ന് പ്രതീക്ഷിച്ച് ഈ വീട്ടിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് കയറി. ഇനിയിപ്പോൾ ആ വീട് പോയി, ഇനി ഈ വീട് പോകും, അടുത്തത് ഓരോന്നോരോന്നായിട്ട് പോകും. ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ കേട്ടോ മാഷ അവിടെ നിന്ന്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ പുറത്ത് വന്നിട്ട് കത്തിപ്പോയ ആ വീട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വേദ അവിടേക്ക് വരികയാണ്. വേദ എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഗോഡൗൺ കത്തിച്ച കാര്യം എന്നോട് പറയാനും ഞാൻ ചോദിക്കുകയാണ്. ഗോഡൗൺ ഒന്നും കത്തിച്ചിട്ടില്ല, കുറച്ച് മരുന്ന് കൂട്ടിയിട്ട് കത്തിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നെ മരുന്ന് ഡേറ്റ് കഴിഞ്ഞ മരുന്നായിരുന്നു ഒക്കെ. ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തിട്ട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട അത് തെറ്റ് തന്നെയാണ്, ശരിയാണ്. പക്ഷേ അതൊക്കെ നിയമത്തിൻ്റെ വഴിയാണ് പോകേണ്ടത്, അല്ലാതെ വിക്രം തന്നെ നേരിട്ട് ചെന്നിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? നിയമം ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ, എന്നിട്ട് ഇതൊക്കെ നിർത്തലാക്കാൻ നിയമത്തിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഏരി കയറ്റി വിട്ടത് ആരാ? ആ ശ്രീനിവാസനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു. അപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങളിതിൽ അഴിച്ചിട്ടത് അയാൾ തന്നെയാണെന്ന്. വേദ ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട, എനിക്കറിയാം. നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണ്. നിങ്ങളെ പണ്ടെങ്ങോ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ഉപകാരം ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം വെച്ചിട്ട് അയാൾ കളിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പോലും നിങ്ങൾക്കില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ കത്തിപ്പോയിരുന്നെങ്കിലും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയുള്ളൂ. ശ്രീനിവാസനെ കുറിച്ച് നിങ്ങൾ യാതൊരുവിധ സംശയമോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വാക്കോ പറയൂല എന്ന് പറഞ്ഞിട്ട് വേദ സങ്കടത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാഷിൻ്റെ അടുത്തേക്ക് കമലാമ്മ വരികയാണ്.
എന്നിട്ട് മാഷാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് കമലാമ്മയോട് ഓരോ കാര്യങ്ങൾ പറയാണ്. കമലേ, ഞാൻ അന്ന് ജപ്തി വന്നപ്പോൾ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു ചായ്പിലേക്ക് മാറാമെന്ന്. അതിനുള്ള സമയമായി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. മാഷ എന്തേ പറയുന്നത്? അതെ, ഇനി ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത്രയും കാലം മക്കളെ തീറ്റിപ്പോറ്റി നോക്കിയില്ലേ, ഇനി അത് വേണ്ട എന്നൊക്കെ പറയാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ട സമയമായി എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ജന്മം കൊടുത്തു പോയില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്ത് നീർന്നത് കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവൻ ആരെങ്കിലും കത്തിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരും ചെയ്തോ ഇല്ലാതാക്കുന്നത് കണ്ടു നിൽക്കണ്ടല്ലോ. അതിനെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മാറാം. മാഷേ, ഇതിപ്പോൾ അവൻ വിചാരിച്ച തടയാൻ പറ്റുന്നതായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മാഷ് പറയണം, ആ കുട്ടി ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് കത്തിപ്പോയിരുന്നെങ്കിൽ, അതിൻ്റെ ജീവൻ പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു കമല? അവളുടെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിനോടൊക്കെ നമ്മൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ചോദിച്ചിട്ട് പൊട്ടിക്കറിയാനായിട്ടോ കമല അമ്മയും മാഷും കൂടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് വേദന അടുത്തേക്ക് നന്ദിനി വന്നിരിക്കാൻ കേട്ടോ. ആഹാ, ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്തോ ആലോചിച്ചിരിക്കാടി എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദന ചോദിക്കുക, എന്തോ ഒപ്പിച്ച് വെച്ചിട്ട്? നീ തന്നെയാണ് ഈ വീട് കത്തിക്കാൻ പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ പഠിച്ച കളിയാണ്. നീ വന്നപ്പോഴേ നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വിക്രമിൻ്റെ ജീവിതം നരകമായിരിക്കും ഇനിന്ന്. അത് നന്ദിനി അടുത്ത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞതാ. അപ്പോഴത്തെ ദേഷ്യത്തിനല്ല, നീ പറഞ്ഞത് മനസ്സിൽ വെച്ച് തന്നെയാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. നീ വീടിനു മുമ്പ് ഈ വീട് എത്ര സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന വീടാണ്. ഇപ്പം കണ്ടില്ലേ, എന്തെങ്കിലും ഒരു സമാധാനമോ സ്വസ്ഥതയോ നീ വന്നതിന് ശേഷം ഉണ്ടോ? നീ നിൻ്റെ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. നീ വന്നതിന് ശേഷമല്ലേ ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയത്. നീ ചിലപ്പോൾ പറയായിരിക്കും നീ കാരണമല്ലാന്ന്. പക്ഷേ അതെ, നീ കാരണം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ പ്ലാനിങ് അനുസരിച്ചാണ് വിക്രത്തിൻ്റെ വീട് കത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. അമ്മയെ നീ ആദ്യം പാട്ടിലാക്കി, അച്ഛനെ പാട്ടിലാക്കി, ശ്രീജേടത്തിനെ പാട്ടിലാക്കി. പക്ഷേ നന്ദിനെ നിനക്ക് പാട്ടിലാക്കാൻ പറ്റുന്നില്ല. നന്ദിനി നന്നായിട്ട് ബുദ്ധിയുള്ളവളാ. നീയേ വിചാരിക്കുന്ന പോലെയല്ല. നീ മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഒരുത്തിയാണ് ഇപ്പോൾ ഈ വീട്ടിലെ സമാധാനം കളയുന്നത്. നന്ദിനി അടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നീ വന്നതിന് ശേഷമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. സാധാരണ വിക്രം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ കയറിയിട്ട് ഒരാളും ഇതുവരെ ഒന്നും പ്രതികാരം ചെയ്യാനോ വീട് കത്തിക്കാനോ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ആ വീട് കത്തിച്ചു, നാളെ ഈ വീട് കത്തിക്കും. ഇതിനേക്കാൾ നേരം ജപ്തി ചെയ്തു പോകുന്നതായിരുന്നു എന്നൊക്കെ നന്ദിനി പറഞ്ഞു കാണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് വലിയ വിഷമാവുന്നുണ്ട് കേട്ടോ. താൻ കാരണം തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് ആലോചിച്ചിട്ട്. പിന്നീട് മുറിയിൽ വന്നിട്ട് ശ്രീജനോട് പറയുന്നുണ്ട്, തലനാര വയ്ക്കുകയാണല്ലേ ആ കുട്ടി രക്ഷപ്പെട്ടത്. അതെ വിശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, നമുക്ക് ഈ മുറിയിൽ നിന്ന് മാറിക്കൊടുക്കാം. വേദ ഇവിടെ കിടക്കട്ടെ, വിക്രമും അവർക്ക് വേറെ മുറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിശ്വം പറയും, അതിനെന്താ, ഞാൻ അതേ പുറത്ത് കിടന്നോളാം എന്ന് പറയും. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളും ആയിക്കോട്ടെ, അതിനെന്താ. എന്തായാലും നമുക്ക് ആ വീട് നാളെ ശരിയാക്കാം എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതിന് അച്ഛൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറയുകയാണേ. അച്ഛൻ സമ്മതിക്കാത്തത് അപ്പോഴത്തെ വിഷമത്തിന് വിളിച്ച് പറഞ്ഞതായിരിക്കും അച്ഛൻ ആ വീട്ടിൽ ഇനി തൊടണ്ടെന്നുള്ളത്. പക്ഷേ അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കി കൊടുക്കാം. നീ ഇപ്പോൾ തൽക്കാലം വേദനയോടും വിക്രമിനോടും ഈ റൂമിൽ വന്ന് കിടക്കാൻ പറയും, ഞാൻ പുറത്ത് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ് കേട്ടോ. വേദന വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വേദ സമ്മതിക്കുന്നില്ല കേട്ടോ. വേണ്ട, ഞാൻ എവിടെ ഇരുന്നോളാം ശ്രീജയെടുത്തി പോയി കിടന്നുറങ്ങാൻ നോക്ക്. നീ വാശി കാണിക്കല്ലേ വേദേ, വാശിയൊന്നുമല്ല. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതിപ്പോൾ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ബലമായിട്ട് തന്നെ പിടിക്കാൻ കേട്ടോ. മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ ചെവിക്ക് പിടിച്ച് നുള്ളിക്കിട്ട് കൊണ്ടുപോകും കേട്ടോ എന്നൊക്കെ വിക്രമല്ല വേദയോട് ശ്രീജ പറഞ്ഞിട്ട് വേദന പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ ആ വിക്രമിനോടും കൂടി റൂമിലേക്ക് വരാൻ പറയുമെന്ന് പറഞ്ഞിട്ട് വേദന കൊണ്ട് റൂമിൽ ഇരുത്താണ്. എന്നിട്ട് പറയുന്നിട്ട്, മോളെ നേരം പുലരാനായിട്ട് ഇനി അധികം സമയമില്ല, മോളൊരു കാര്യം ചെയ്യുക, അതും ഇതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കാതെ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറയും കേട്ടോ. വിക്രമിനോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറയുമ്പോൾ, വേണ്ട ശ്രീജടുത്തി, വിക്രം അവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, എനിക്കും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയാണ് കേട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വാസവം വരികയാണ് കേട്ടോ. വാസവം വന്നിട്ട് വിക്രമിൻ്റെ കത്തി കരിഞ്ഞ ആ വീട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം മാഷ് കാണാൻ കേട്ടോ ഇത് അകത്ത് നിന്നിട്ട്. അപ്പം മാഷ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വാസവൻ പറയും, അയ്യോ എന്നാലിത് വലിയ കഷ്ടമായി പോയിട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. കാര്യം ഞാൻ വന്നിട്ട് ഇവിടെ വീട് കത്തിക്കും ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ഒരാരെങ്കിലും ചെയ്തു വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വാസവ,
വാസവൻ വീട് കത്തിയത് കണ്ട് സന്തോഷിക്കാൻ വന്നതാണോ അതോ വീണ്ടും ഭീഷണിപ്പെടുത്താൻ വന്നതാണോ എന്ന് ചോദിക്കുന്നത്. അയ്യോ ഞാൻ അതിനൊന്നും വന്നതല്ല എന്ന് പറയട്ടോ. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്കുള്ള ഇപ്പോൾ ഉള്ള ബുദ്ധിനേക്കാളും കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ പറയും അയ്യോ മാഷെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും വിക്രം അവിടെ വന്നിട്ട് വരികയാണ് കേട്ടോ. വിക്രം എന്നിട്ട് നിർത്തട എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.